നമസ്കാരം. നമ്മൾ കേരള സമൂഹവും സാംസ്കാരിക പാരമ്പര്യവും എന്ന് പറയുന്ന MDC മലയാളം ബി എക്കാരുടെ മലയാളത്തിലെ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്ററുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന KN ഗണേഷിൻ്റെ ഒരു ലേഖനം പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 1990 പ്രസിദ്ധീകരിച്ച KN ഗണേഷിൻ്റെ കേരളത്തിലെ ഇന്നലകൾ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. മുൻപൊരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ സാധനം തന്നെയാണ് ഈ ഒരു ലേഖനത്തിൽ വീണ്ടും പറയുന്നത്. അതുകൊണ്ടൊന്ന് ഓടിച്ച് പറയാം, സമ്മറൈസ് ചെയ്തിട്ട്. അതായത് എപ്പോൾ മുതലാണ് കേരളം എന്ന് ഈ ഒരു ഭാഗത്തെ വിളിക്കാൻ ആരംഭിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ലേഖനം തുടങ്ങുന്നത്. അശോകൻ്റെ ഒരു ശാസനത്തിൽ കേരളപുത്രന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം എഴുതപ്പെട്ട ചില കാവ്യങ്ങളിലും കേരളക്കരയെക്കുറിച്ച് സൂചനകളുണ്ട്. അന്ന് മുതലേ കേരളം എന്ന നാടിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സാമാന്യമായിട്ട് 3 തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന രീതിയിൽ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരത്തിൽ കിടക്കുന്നതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. 7 മീറ്ററിനും 75 മീറ്റർ ഇടക്ക് കിടക്കുന്ന ഇടനാട്, അതിലും ഉയരത്തിലുള്ളതിനെല്ലാം നമ്മൾ മലനാട് എന്ന് പറയും. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ സാമാന്യമായിട്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3 തിരിച്ചിരിക്കുന്നു. ഏതാണ് മലനാട്, എന്താണ് ഇടനാട്, എന്താണ് തീരപ്രദേശം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിൽ പറയുന്നത് തമിഴകത്തിലെ പ്രാചീന ഭൂവിഭാഗങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നിവയാണ് തമിഴകത്തുണ്ടായിരുന്ന പ്രാചീന ഭൂവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവയെ ഐന്തിണകൾ അല്ലെങ്കിൽ 5 തിണകൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഭൂപ്രകൃതിയുടെ മറ്റൊരു പ്രധാന ഘടകമാണ് വമ്പിച്ച ജലസമ്പത്ത്. നദികൾ, കായലുകൾ, അണക്കെട്ടുകൾ എല്ലാം. പിന്നെ ആ ഐന്തിണകളെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതായത് ഈ കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ ഇവയൊക്കെ എന്താണ് എന്നത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു പാഠഭാഗത്ത് കൂടി വരുന്നുണ്ട്. അവിടെ ഒന്നും കൂടി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. പിന്നെ മുൻപ് ജലമാർഗവും കച്ചവടപാതകളിലൂടെയുമുള്ള യാത്ര ഒഴിച്ചാൽ കേരളത്തിൽ സാധാരണക്കാർക്കുള്ള സഞ്ചാരപഥങ്ങൾ ചുരുക്കമായിരുന്നത് ജലമാർഗ്ഗമായിരുന്നു പഴയ കാലത്തുള്ള ഒരു. പിന്നെ നടക്കുന്ന വഴി, അതായത് കച്ചവടപാതകളൊക്കെ ആയിരുന്നു യാത്രക്കാർക്കുണ്ടായിരുന്ന സഞ്ചാരപാതകൾ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിന് പുറത്തേക്കുള്ള ഒരു പ്രധാന ഗതാഗത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ചുരങ്ങളാണ്. അതിലേറ്റവും വലുത് ആണ് പാലക്കാട്ട് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഭയങ്കര സമ്മറൈസായിട്ട് പറഞ്ഞതാണ്. ഇതിലുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജലസേചന സമ്പ്രദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊരു ചോദ്യം ടെക്സ്റ്റിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ എന്തുകൊണ്ട് വൻകിട അണക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്നൊരു ചോദ്യം നമുക്കതിൽ കാണാൻ പറ്റും. കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. കേരളത്തിലെ വിവിധ മണ്ണിനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. പിന്നെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് ഒരു ജനതയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന നിർണായകം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഓരോ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ തിണകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾ വിശദമായിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ മുൻപുള്ള വീഡിയോ ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ്. അപ്പോൾ അതും കൂടി കാണുക. രണ്ടും ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.